കോരോഗിൻ്റെ പുത്രന്മാർ ബ്രാക്കറ്റിൽ സംഗീതജ്ഞാനിയായ ഒരു കൂട്ടം. അപ്പോൾ ഈ സംഗീതജ്ഞാനിയായ ഒരു കൂട്ടം എന്ന് പറയുന്നത് ആരെന്നറിയാമോ? കോരോഗിൻ്റെ തലമുറയാണ്. അടുത്ത് മോശ, ദാവീദ്, ശലോമോൻ, എന്നിവരെ കുറിച്ചുള്ള ദാവീദിന്റെ കാലത്ത് സംഗീത ചുമതലയുള്ളവരായ പുരോഹിതന്മാരും ലേവ്യരും ആയിരുന്നു. ബ്രാക്കറ്റിൽ 50 സങ്കീർത്തനങ്ങളുടെ ഗ്രന്ഥകർത്താവിനെ കുറിച്ച് അറിവില്ല. വേദപുസ്തക തെളിവുകളിലും ചരിത്രപരമായ തെളിവുകളിലും ദാവീദ് ബ്രാക്കറ്റിൽ 1 ദിനവൃത്താന്ത പുസ്തകം 15-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം മുതൽ 22-ാമത്തെ വാക്യം വരെ, അടുത്ത് 10-ാമത്തെ അധ്യായം 39-ാമത്തെ വാക്യം, അടുത്ത് 11-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം, അടുത്ത് 12-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം, 27-ാം വാക്യം മുതൽ 36-ാമത്തെ വാക്യം വരെ. ാമത്തെ വാക്യം അത് കഴിഞ്ഞ് 45-ാമത്തെ വാക്യം മുതൽ ഓക്കെ, ആ ഒരു വാക്യം ഒന്ന് വായിക്കാമോ? സദൃശ്യവാക്യങ്ങൾ അതിൻ്റെ 25-1. സദൃശ്യവാക്യങ്ങൾ 25-1. ഇവയും ശലോമോന്റെ സദൃശവാക്യങ്ങൾ. യഹൂദ രാജാവായ ഹിസ്കിയാവിന്റെ ആളുകൾ അവയെ ശേഖരിച്ചിരിക്കുന്നു. നോയിക്കേ, ഇവിടെ നമ്മൾ കാണുന്ന ഒരു വാക്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ഹിസ്കിയാവിന്റെ ആളുകൾ അവയെ ശേഖരിച്ചിരിക്കുന്നു. ഹിസ്കിയാവിനെ കുറിച്ച് നമുക്ക് നല്ലവണ്ണം അറിയാം. എന്നാൽ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ആ 1-ാമത്തെ വാക്യം മുതൽ 5-ാമത്തെയും 6-ാമത്തെയും വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ ഒരു വലിയ ആത്മീക ദൂതും ചിലവചന ശബ്ദങ്ങളും 25-ാമത്തെ അധ്യായത്തിനകത്ത് ജ്ഞാനിയിൽ ജ്ഞാനിയായ ശലോമോൻ ജ്ഞാനി രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ തന്നെ അടുത്ത് എഴുതേണ്ട ഭാഗം കേട്ടോ. 1 എസ്ത്ര, 2 നെഹമ്യാവ്,
എന്നിവർ ഈ സങ്കീർത്തനങ്ങൾ യെരുശലേമിലെ യാഗങ്ങൾക്കായി ശേഖരിക്കുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നതായി ചൂണ്ടിക്കാണിക്കുന്നു. മൂന്ന്, എസ്ത്രയും നെഹമ്യാവും ബ്രാക്കറ്റിൽ BC 450 BC 400 ആയിരിക്കണം സങ്കീർത്തനങ്ങൾ അത്യന്തമായി കൂട്ടിച്ചേർത്തത്. ഒന്ന് രണ്ട് വേദാംശങ്ങളോട് തരാം. സങ്കീർത്തനങ്ങൾ 50, സങ്കീർത്തനങ്ങൾ 73, സങ്കീർത്തനം 74, കോമയിട്ട് പോയാൽ മതി, 75, 76, 77, 78, 79, 80, 81, 82, 83. ഇത്രയും സങ്കീർത്തനമാണ് ആസാബിൻ്റെതായി പറയുന്നത്. ഈ സങ്കീർത്തനം എന്താണ്? ആസാബിൻ്റെതായി പറയുന്നു. അടുത്ത് സങ്കീർത്തനം 1-ാം അധ്യായം മുതൽ 73 വരെയും 89 വരെയുള്ള സങ്കീർത്തനങ്ങൾ ലേവ്യ ഗോത്രക്കാരുടെ കുടുംബം അവകാശപ്പെടുന്നു എന്ന് പറയുമ്പോൾ ദാവീദ്, അതിനാധാരമായ ഒരു വാക്യം കൂടി തരാം. 1 ദിനവൃത്താന്ത പുസ്തകം 6-ാമത്തെ അധ്യായത്തിന് 39-ാമത്തെ വാക്യവും 15-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യവും. യെരുശലേം ദേവാലയത്തിലെ ആരാധനയിൽ ഒരു പ്രധാന ഗായകനായിരുന്നു ആര്? പറഞ്ഞേ. ദാവീദ്. അധ്യായം 1 ദിനവൃത്താന്ത പുസ്തകം 15-ാമത്തെ അധ്യായത്തിൻ്റെ 17 മുതൽ 19 വരെ. അടുത്ത് 1 ദിനവൃത്താന്ത പുസ്തകം 16-ാം അധ്യായത്തിന് 4 മുതൽ 5 വരെ. ഒരു കാര്യം കൂടെ ഉറച്ച് നിങ്ങൾ എഴുതിക്കൊള്ളണം, അല്ലെങ്കിൽ ചിന്തിച്ചോളണം. എവിടെ ആരാധന ഉയർന്നിട്ടുണ്ടോ അവിടെ ദുഷ്ടശക്തികൾ എഴുന്നേറ്റിട്ടുണ്ട്. ഇടർച്ചകൾ, ആരാധനയ്ക്ക് വിരോധമായ ഇടർച്ചകൾ. അത് പുറത്തുനിന്നല്ല കേട്ടോ വരുന്നേ. ആരാധന എവിടെയാണോ ആരംഭിച്ചത് അവിടെ നിന്നാണ് വരുന്നത്. ഇന്നത്തെ ഒരു ആരാധനയുടെ ഇളക്കപ്പെരുപ്പം കണ്ടല്ല അത് വരുന്നത്. ഇത് നാളെ എന്ത് സംഭവിക്കുമെന്ന് കണ്ടാണ് ഈ ആരാധനകൾക്ക് നേരെ വരുന്ന ചില ബുദ്ധിമുട്ടുകൾ. സ്തോത്രം. അത് വ്യക്തമായി ഇവിടെ പറയുന്നുണ്ട്.
അടുത്ത് ദിനവൃത്താന്ത സങ്കീർത്തന പുസ്തകം 1 അധ്യായത്തിന്റെ 2 വാക്യം. ഭക്തന്റെ ഇടർച്ച 1:2. അടുത്ത് 3 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 3 അധ്യായം മുതൽ 12 അധ്യായം വരെ 3 അധ്യായം മുതൽ 12 അധ്യായം വരെ ഭക്തന്റെ പരാതി, പാസ്റ്ററിന്റെ അല്ല, ഭക്തന്റെ. ഇനി എഴുതി വെച്ചിടല്ലേ പാസ്റ്ററിന്റെ പരാതി എന്ന്. അടുത്ത് 13 അധ്യായം മുതൽ 17 അധ്യായം വരെ ദുഷ്ടന്റെ വീഴ്ച. 18 അധ്യായം മുതൽ 20 അധ്യായം വരെ ഭക്തന്റെ നടപ്പ്. 21 അധ്യായം മുതൽ 26 അധ്യായം വരെ ദൈവത്തിൻ്റെ സമീപനം. 27 അധ്യായം മുതൽ 28 അധ്യായം വരെ ഭക്തന്റെ ഇടർച്ച. ആ 2 സങ്കീർത്തനം 2 1:2 വായിച്ചേ. അറിയാലല്ലേ, കാണാതെ വായിക്കണ്ട, കണ്ടു വായിച്ചാൽ മതി. 1:2. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവിടെ പറയുന്നു രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പൊ ഭക്തനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? രാപ്പകൽ ധ്യാനിക്കാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നത്. അല്ല സങ്കടം വരുമ്പോഴും വിഷമം വരുമ്പോഴും മാത്രം പോയി കുത്തിയിരിക്കാൻ വേണ്ടിയല്ല ദൈവം പറഞ്ഞേ. സന്തോഷം വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കത്തില്ല, സങ്കടം വന്നു കഴിഞ്ഞാൽ പിന്നെ മുറിയിൽ നിന്ന് വെളിയിറങ്ങത്തുമില്ല. ഒരു ഭക്തന്റെ ജീവിതത്തിനകത്ത് ഒരു പുൽപ്പ എപ്പോഴും, അല്ലെങ്കിൽ ഒരു ഷീറ്റ് എപ്പോഴും നിവർന്ന് കിടക്കണം. വീട്ടിനകത്ത് തറയിൽ മുട്ടുമടക്കണം, കരയണം ദൈവസന്നിധിയിൽ. അല്ല സങ്കടം വരുമ്പോഴും മാത്രം പോയിരുന്ന് കരയരുത്. അത് ദൈവം ഇഷ്ടപ്പെടുന്നതല്ല. പിന്നെയോ അത് ഇടർച്ചയാക്കുന്ന ദുഷ്ടൻ ഇഷ്ടപ്പെടുന്നു. അവനിപ്പോൾ പ്രാർത്ഥന മുറിക്കകത്ത. അവൻ ഇടം കൊടുക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? എന്താ ചെയ്യണ്ടേ? എല്ലായ്പ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയുടെ നടുവിൽ ആയിരിക്കണം. സ്തോത്രം. നോക്കി അടുത്ത ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാവരും പറയാറുണ്ടല്ലേ, ദുഷ്ടൻ ഭയങ്കരമായിട്ട് സമൃദ്ധിയിൽ വരുന്നു, അദ്ദേഹത്തിന് വേദനയൊന്നുമില്ല, അദ്ദേഹം സന്തോഷമായിട്ട് മുമ്പിലോട്ട് വരികയാണ് എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. കണ്ടോ, അവൻ പള്ളിയിൽ പോയില്ലെങ്കിലും അന്ത്യസ്ഥ ജീവിക്കുന്നല്ലോ, കുഴപ്പമില്ല, അവൻ്റെ വീട്ടിൽ ഉപവാസ പ്രാർത്ഥനയൊന്നും ഇല്ലല്ലോ, എങ്കിലും അനുഗ്രഹിക്കപ്പെട്ട് പോകുന്നല്ലോ എന്നൊക്കെ പറയാറുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ അങ്ങനെയാണോ കാര്യങ്ങൾ? അല്ല. സ്തോത്രം. ആമേൻ. നോക്കിക്കേ, ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യം, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ്റെ ന്യായപ്രമാണത്തിൽ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. അല്ലാതെ വേദവസ്തു തലവേദന വരുമ്പോൾ വേദവസ്തു എടുത്ത് തലകണക്കടിയിൽ വെച്ച് കിടന്നിട്ട് കാര്യമില്ല. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കണം, അതിനകത്ത് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന്. വായിച്ചേ, അടുത്ത അധ്യായത്തിലേക്ക് വരാം.
അടുത്ത വാക്യത്തിലേക്ക് വരാം. ഒരു 2-3 പോയിന്റ് കൂടെ എഴുതിയിട്ട് മുമ്പിലോട്ട് വരാം. എഴുതിക്കോളൂ. എൻ്റെ കാലുകൾ ഏകദേശം ഇടറിപ്പോയി. എൻ്റെ കാലുകൾ ഏകദേശം ഇടറിപ്പോയി. ആരുടെ കാലെന്നറിയാമോ? ദുഷ്ടൻ്റെ അല്ല, ഭക്തൻ്റെ. ഒരു യഥാർത്ഥ ഭക്തൻ്റെ പ്രത്യേകതയാണ് ഏകദേശം ദൈവവുമായിട്ടുള്ള ബന്ധം. അങ്ങനെ പറയാൻ പറ്റൂ. പൂർണ്ണമായിട്ട് ബന്ധമുണ്ടോ? ഏകദേശം. ഒന്ന്, വിശ്വാസയാത്രയിൽ രണ്ട്, ഇടറുക. മൂന്ന്, വാഴ്ത്തുക. നാല്, വിശ്വാസ ജീവിതത്തിലെ ഭക്തന്റെ ഇടർച്ചകൾ ദൈവത്തിന് പ്രയാസം ഉളവാക്കുന്നതാണ്. കർത്താവ് എന്താ പറഞ്ഞേ? നിന്റെ കണ്ണിനെ തൊടുന്നവൻ, നിന്നെ വേദനിപ്പിക്കുന്നവൻ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നു, അല്ലേ? അപ്പോൾ നിന്നെ തൊടുന്നവൻ അല്ലെങ്കിൽ നിന്നെ വേദനിപ്പിക്കുന്നവൻ നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കുമ്പോൾ നിന്നെ അല്ല, പിന്നെ എന്നെ. അപ്പോൾ ഒരു ഭക്തൻ്റെ ഇടർച്ച അല്ലെങ്കിൽ അദ്ദേഹം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മാറിപ്പോകുമ്പോൾ ആദ്യം ഭാരപ്പെടുന്നത് ആരെന്നറിയാമോ? ദൈവമാണ്. സ്തോത്രം. അത് ഏറ്റവും നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഗം കേട്ടോ. ആമേൻ. നമുക്ക് അത്യാവശ്യം വരുമ്പോൾ നമ്മൾ ഇറങ്ങി പോകാറുണ്ട്, ചെയ്യാറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് കർത്താവാണ്. അത് മറന്നു പോകരുത്. നമ്മുടെ ഓരോ ചുവട് വയ്പും കർത്താവ് അറിയുന്നു. സ്തോത്രം. അടുത്ത് ഒരു വാക്യം വായിക്കാമോ? സങ്കീർത്തനങ്ങൾ 58:3 6:45 ലൂക്കോസ് 6:45 ദൈവം അവനെ ന്യായം വിധിക്കും. സങ്കീർത്തനം 11:6 91:8 സദൃശ്യവാക്യങ്ങൾ 11:21 യെശയ്യാവ് 3:11 യെശയ്യാവ് 13:11 ഇത്രയുമാണ് വാക്യങ്ങൾ. അടുത്ത് എഴുതിക്കോളൂ. ദുഷ്ടന്മാർ, അഹങ്കാരികൾ, കൂടെയാണ് അടുത്ത ഭാഗം സംഖ്യാപുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായം മുതൽ 5-ാമത്തെ അധ്യായം വരെ.
സംഖ്യാപുസ്തകം 3-ാം അധ്യായം മുതൽ 5-ാം അധ്യായം വരെ. അടുത്ത് സങ്കീർത്തനങ്ങൾ 6 മുതൽ 9 വരെയുള്ള അധ്യായങ്ങൾ. അവൻ്റെ സ്ഥിരത. അടുത്ത് 10-ാം അധ്യായം മുതൽ 12-ാമത്തെ അധ്യായം വരെ. അടുത്ത ഹെഡിങ് എഴുതിക്കോളൂ, അവൻ്റെ സൗഖ്യം. 3-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ അധ്യായം വരെ. യെശയ്യാവിൻ്റെ പുസ്തകം 57-21. ഉൽപ്പത്തി പുസ്തകം 41-2, 4, 5, 7 വാക്യങ്ങൾ. 18-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. ദുഷ്ടന്മാർ മറ്റു മനുഷ്യരെ പോലെ അല്ല. ആണോ? മറ്റു മനുഷ്യരെ പോലെയാണോ ദുഷ്ടന്മാർ? അല്ല. അവർക്കൊരു വ്യത്യാസം ഉണ്ടാവും. കാരണം അവൻ്റെ പ്ലാനെന്ന് ആത്മീയത്തിൽ നിൽക്കുന്ന വ്യക്തിയെ എങ്ങനെയെങ്കിലും വലിച്ച് താഴെ ഇടുക. സ്തോത്രം. കാണുന്നില്ലേ? നമുക്ക് തന്നെ അറിയാം. ചിലപ്പോൾ നമ്മൾ പള്ളി കൊണ്ടുവന്ന വ്യക്തിയായിരിക്കാം, ചിലപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളായിരിക്കാം. ഒരു വ്യക്തി, നമുക്ക് ഒരാളെ സ്നേഹിക്കാം. ആരെ സ്നേഹിക്കാമെന്ന് അറിയാമോ? ദുഷ്ടന്മാരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും, അറിയാമോ? ചേർത്ത് പിടിക്കാം. ചതിയന്മാരെയോ? ദുഷ്ടന്മാർ ഇന്നല്ലെങ്കിൽ നാളെ നന്നാവും. പക്ഷെ ചതിയന്മാരോ? ദുഷ്ടന്മാർ ചേർത്ത് പിടിക്കാം. അവന് അറിവില്ലായ്മയോട് ചെയ്തു പോയി, അവനെ തിരുത്താം. പക്ഷെ ചതിയന്മാരോ? നോ. ബൈബിളൊരു വാക്യം ഉണ്ടല്ലേ, അറിയാമോ നിങ്ങൾക്ക്? ആ വാക്യം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നു. കണ്ണുകടിയുള്ളവൻ്റെ അപ്പം തിന്നരുത്. ആ വാക്യം അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ ആ വാക്യം? കണ്ണുകടിയുള്ളവൻ്റെ അപ്പം കഴിക്കരുത്. അതെന്തെന്നറിയാമോ അതങ്ങനെ പറഞ്ഞത്? അവൻ ചതിയനാ, അവൻ്റെ കൂടെ പോയി ഇരിക്കരുത്, അവൻ്റെ കൂടെ നടക്കരുത്. ഒരു ഡിസ്റ്റൻസ് ഇടണം. എങ്കിൽ മാത്രമേ ദൈവനീതി ഒരു ആത്മീയൻ്റെ ജീവിതത്തിൽ വെളിപ്പെടത്തുള്ളൂ. സ്തോത്രം. യെഹെസ്കേൽ ഒരു വാക്യം പറഞ്ഞു. യെഹെസ്കേൽ എന്താണെന്നറിയാമോ? അത് വായിക്കണ്ട, ഞാൻ പറയാം. യെഹെസ്കേൽ പറഞ്ഞെന്നറിയാമോ? അത് മത്സരഗ്രഹമല്ലോ, വിട്ടേക്ക്. അവരാരാ? മത്സരഗ്രഹം. ദൈവപൈതലേ, ആ കർത്താവിൻ്റെ ബലമുള്ള കൈക്കീഴും താണിരുന്നാൽ മതി. നമുക്ക് 1000 ദുഷ്ടന്മാരെ ചേർത്ത് പിടിക്കാം, പക്ഷെ ഒരു ചതിയനെ നമ്മൾ ചേർത്ത് പിടിക്കരുത്. എപ്പോഴും ചിന്തിക്കേണ്ട ഒരു ഭാഗമുണ്ട്. നമ്മുടെ കൂടെ നടന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നമ്മുടെ ഉള്ളെല്ലാം അറിഞ്ഞ് നമുക്കിട്ട് പണിയുന്നവൻ്റെ പേരാണ് പറ ചതിയൻ. നിന്നെ എവിടെ തകർക്കാൻ പറ്റും, എവിടെ പിടിക്കാൻ പറ്റും. പക്ഷെ ദുഷ്ടൻ അങ്ങനെയല്ല കേട്ടോ. അവൻ ചില പ്ലാനുകൾ പറഞ്ഞു തരും. കർത്താവ് എന്താ പറഞ്ഞത്? അവൻ്റെ ആലോചന പ്രകാരം നടക്കരുതെന്നാ. സ്തോത്രം. അവൻ്റെ ആലോചന പ്രകാരം നടക്കരുത്, അവൻ്റെ വഴിയിൽ നിൽക്കുകയും ഇരിക്കുകയും ചെയ്യരുത്, അത്രേ ഉള്ളൂ. പക്ഷെ ചതിയൻ അങ്ങനെയല്ല, അവൻ പണി തരും. കർത്താവിൻ്റെ പിറകെ നടന്നില്ലേ? പിറകെ നടന്ന് കർത്താവിനെ കൊണ്ട് അവൻ്റെ പാദം കഴുകിച്ച് തിരുമേശയും കൊടുത്ത് എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്യിച്ച ശേഷം കർത്താവിന് ഒറ്റി കൊടുത്തു. അവന് കിട്ടിയ അന്ത്യൊന്നും കണ്ടോ? ലാസ്റ്റ് ഇത് കെട്ടി തൂങ്ങി തൂങ്ങി ചത്തു. അതുകൊണ്ട് നമ്മൾ പശ്ചാത്തപിക്കണ്ട. ഒന്ന്, അവൻ ദൈവവുമായിട്ടുള്ള ബന്ധം അവനിൽ നഷ്ടപ്പെട്ടു. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം തങ്കമ്മാൻറ്റി ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു മാതാവാണ്. ആൻറ്റി ഒരു 5 വരെ പള്ളിയിൽ കൊണ്ടുപോയി. ഓക്കെ, 5 വരെ പള്ളിയിൽ കൊണ്ടുപോയിട്ട്
ആൻറ്റിക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഭയങ്കര ഭാരം. അയ്യോ, ഞാൻ കൊണ്ടുവന്നു, അവരിത്രത്തോളം പ്രാർത്ഥിച്ചു. വേണ്ട, ഭാരപ്പെടണ്ട. അവൻ്റെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കാനോ പറ. ആമേൻ. അവൻ്റെ കൂടെ ഒരു പരിപാടിക്കും പിന്നെ പോരുത്. ഒരു എക്സാമ്പിൾ പറയുന്നേ ഉള്ളൂ കേട്ടോ. ഇന്ന് ചതിയന്മാരുള്ളത് ആലയത്തിന് പുറത്താണോ അകത്താണോ? പറഞ്ഞേ, ചതിയന്മാരുള്ളത് ആലയത്തിന് പുറത്താണോ ആലയത്തിനകത്താണോ? ആലയത്തിനകത്താണ്. അപ്പൊ മാനസാന്തരം വരേണ്ടത് ആലയത്തിന് പുറത്താണോ ആലയത്തിനകത്താണോ? ആലയത്തിനകത്താ. അപ്പൊ ആലയത്തിനകത്ത് ആണ് സംഭവമല്ല ഇരിക്കുന്നത്. അതാണ് യേശു വരണ്ട കൈയുള്ളൊരു മനുഷ്യനെ സൗഖ്യമാക്കാൻ പോയി. മാസങ്ങളായി വർഷങ്ങളായി ഇരിക്കുക അതിനകത്ത് കുറ്റിയടിച്ച്. ഇതുവരെയ്ക്ക് സൗഖ്യമില്ല. കാരണം ഇരിക്കുന്നതെല്ലാം ചതിയന്മാരല്ലേ. ഒരെണ്ണം പോലും മുഖത്ത് നോക്കത്തില്ല, അവരോട് സംസാരിക്കത്തുമില്ല. നമ്മൾ വചനം പഠിക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരാൾ ഇന്ന് നമ്മെ നേരെ നമ്മൾ സ്നേഹിച്ച് കൈക്ക് പിടിച്ച് മുൻപിലോട്ട് കൊണ്ടുവരുന്ന ഒരു വ്യക്തി ഒരാത്മീകനെന്ന് ചിന്തിച്ച് നമ്മൾ ആത്മീയ കാര്യങ്ങളിൽ അവന് മുൻതൂക്കം കൊടുത്ത് എങ്ങനെ നോക്കാൻ പറ്റുമെന്ന് നോക്കി മുമ്പിലോട്ട് കൊണ്ടുവന്നിട്ട് അവൻ നമ്മുടെ നേരെ കാല് വാരിയാൽ പിന്നെ ഒരു കാരണവശാലും അവൻ്റെ പേര് പോലും മൊബൈലിൽ കാണരുത്. വിളിക്കാൻ പോലും ചെയ്യരുത്. എന്നാൽ കർത്താവിൻ്റെ മുൻപിൽ നോക്കിക്കേ, ആ ഭാഗം നിന്ന് പറയണമെന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിൽക്കട്ടെ. ആൻറ്റി അത് വായിച്ച ആൻറ്റിയത്. കണ്ണുകടിയുള്ളവന്റെ അപ്പം തിന്നരുത്, അവന്റെ സ്വാദുഭോജ്യങ്ങളെ ആഗ്രഹിക്കുകയും അരുത്. കണ്ണുകടിയുള്ളവന്റെ അപ്പം പറ തിന്നരുത്. ആൻറ്റി റെഫറൻസ് കൂടെ ഒന്ന് എഴുതി ഒന്ന് പറയാമോ? സദൃശവാക്യം 23-ാം അധ്യായം 6-ാം വാക്യം. 23-ാമത്തെ അധ്യായത്തിനകത്ത് ശലോമോൻ ജ്ഞാനി പറയുന്നു, കണ്ണുകടിയുള്ളവന്റെ അപ്പം എന്ത് ചെയ്യരുത്? വിട്ടേക്ക് വിട്ടേക്ക് വിട്ടേക്ക്. അവന്റെ കൂടെ ഇരുന്ന് സംസാരിക്കണ്ട, അവന്റെ കൂടെ സംസാരിക്കുകയും ചെയ്യരുത്, അവന്റെ വീട്ടിൽ പോയി ആഹാരം കഴിക്കരുത്. അവനെ വിട്ടേക്ക്, അവന് കൈയും കൊടുക്കരുത്. കഴിഞ്ഞ ദിവസം എനിക്കിട്ട് മാക്സിമം പണി ചെയ്ത ഒരാൾ, പേരൊന്നും പറയുന്നില്ല, ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കാൻ വന്നു. ഞാൻ കണ്ടു പുള്ളി വരുന്ന വരവ് കുടുംബമായിട്ട്. ഞാൻ തൊഴുതുകൊണ്ട് ഞാൻ അങ്ങ് മാറി, കൈ തന്നു, തൊഴുതു. സംസാരിക്കാൻ വന്നു, വിട്ടുകളഞ്ഞു. ആൻറ്റി എന്തോ പറയാമെന്നാണോ? ഓൺ ചെയ്തതാണോ മൈക്ക്? അല്ല, മൈക്ക് ഓണാ. വിട്ടുകളയണം, കൈ പോലും കൊടുക്കരുത്. ആ ഉള്ള സ്നേഹം മതി, അതുവരെ ഉള്ളൂ അദ്ദേഹവും നിങ്ങൾ. ഞാൻ പറയട്ടെ, നിങ്ങൾക്കും എനിക്കും ഒരു പീരീഡ് വച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ ഇത്ര വരെ ഉള്ളൂ, അതുവരെ ആകുമ്പോൾ നമ്മളങ്ങ് തള്ളും. സ്തോത്രം. അത്രേ ഉള്ളൂ ആ ഒരു പീരീഡ്, ഇല്ലേ? അത്രയല്ലേ ഉള്ളൂ. യേശു എത്ര സൗഖ്യം നടത്തിയല്ലേ? യേശു എത്ര സൗഖ്യം വെച്ചു നടത്തി, എത്ര പേരെ ഉയർപ്പിച്ചു. കിട്ടിയതെന്താ? ക്രൂശല്ലേ? ആ ഒരു പീരീഡ് വരെ ഇതിനകത്ത് എത്ര ആൾക്കാർ വന്നു, എത്ര ആൾക്കാർ ഇതിനകത്ത് വന്ന് വിടുതൽ പ്രാപിച്ചു പോയി. അവരെ കാണാൻ പോലും ഇല്ല. അവർക്കൊരു പീരീഡ്, നമ്മളെ നിന്നൊരു പീരീഡ്. പക്ഷെ കാലം കുറേ എടുത്തിപ്പോൾ ഞാൻ കുറേ പഠിച്ചു. നമ്മൾ ദൈവം പഠിപ്പിച്ചതാ. കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു.
ഓക്കെ, പ്രാർത്ഥിക്കാം, കുഴപ്പമില്ല. പ്രാർത്ഥിക്കുന്ന കുഴപ്പം എന്താ? പക്ഷെ പ്രാർത്ഥിക്കുന്ന പാസ്റ്റർക്ക് വയറും വായും വണ്ടിയിൽ പെട്രോളൊക്കെ വേണം. അതെന്താ പാസ്റ്റേ? നിങ്ങൾക്ക് വേണ്ടി 4 വർഷം ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ 2 മക്കളും വിദേശത്ത് പോയി, 2 പേരും നിങ്ങൾക്ക് ശമ്പളം അയക്കുന്നുണ്ട്. 4 വർഷമായിട്ട് നിങ്ങൾക്ക് 100 രൂപ തന്നോ? ഇത് എവിടെ നിന്ന് തപ്പിപ്പിടിച്ച് വിളിച്ചത്? അവിടെ ബോംബ് വിടുന്നു. 34,000 കിലോ വെയിറ്റ് ഉള്ള ഒരു ബോംബ് ഇട്ടുകൊടുത്തു ഇറാന്. എത്ര കിലോ? 34,000 കിലോ വന്ന് വീണപ്പോ വിളി തുടങ്ങി. നിതീഷ് പറഞ്ഞേ, ആള് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് പറഞ്ഞുതരാം. സ്തോത്രം. 34,000 കിലോ ഉള്ള വെയിറ്റ് ഉള്ള ബോംബ് വീഴുന്നപ്പോ വിളി തുടങ്ങി. എൻ്റെ പൊന്ന അഭിഷക്തന്മാരെ, പാസ്റ്റർമാർക്ക് വയറും വായും ഒക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് വല്ലതൊക്കെ ഒന്ന് കൊത്തി ഇട്ടുകൊടുത്താൽ അദ്ദേഹത്തിന് ഒരു ക്ഷീണമില്ലാതെ അങ്ങ് പോകും. നിങ്ങളുടെ അഭിഷക്തന്മാരെയൊക്കെ നിങ്ങൾ മാനിക്കണം കേട്ടോ. നിങ്ങളെല്ലാവരും മാനിക്കുന്നവരാ. സ്തോത്രം. ഇനിയും മാനിക്കണം. ചോദിക്കണം, എല്ലാ ദിവസവും വിളിക്കണം, പാസ്റ്റർ വല്ലതും കഴിച്ചോ? കുട്ടികൾ സ്കൂളിൽ പോയോ? ടിഫിനും വല്ലതും ഉണ്ടോ? ചോദിക്കണം. നമ്മെ താങ്ങുന്ന ഒരു ഭക്തനാ, നമ്മെ എപ്പോഴും നെഞ്ചിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളാ. വിളിക്കണം. കമ്മ്യൂണിക്കേഷൻ നല്ലതാ. ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് സംസാരിക്കുക. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം എന്ത് ചെയ്യുന്നെന്നുള്ളത് അദ്ദേഹം ദൈവം ഒരു തീർത്തോളും. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ദൈവം ഒരു തീർത്തോളും. നിങ്ങൾ ദൈവം അഭിഷേകത്തിനെ വിളിക്കുക. എന്തെങ്കിലും ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അടുത്ത ഒരു ഭാഗത്തേക്ക് വരാം. അടുത്തൊരു ഭാഗത്തേക്ക്. സങ്കീർത്തനങ്ങളുടെ ഉദ്ദേശം. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനങ്ങളുടെ ഉദ്ദേശം. സെൻട്രൽ ഹെഡിങ്. സങ്കീർത്തനങ്ങൾ ആത്മാവിന്റെ സാന്നിധ്യത്തോടുകൂടെ പ്രാർത്ഥനകളും സ്തോത്രഗീതങ്ങളും എന്ന നിലയിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യഹൃദയങ്ങളിലെ ആഴമേറിയ ആന്തരിക വിവരങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് സങ്കീർത്തനങ്ങൾ. ഒന്ന് ഇട്ടിട്ട് റൗണ്ട് അടിക്കുക. അനേക സങ്കീർത്തനങ്ങളും ദൈവത്തോടുള്ള പ്രാർത്ഥനകളായി എഴുതിയിട്ടുള്ളവയാണ്. അടുത്ത് ഇട്ടിട്ട് റൗണ്ട് ആക്കുക. ഒന്ന് ആശ്രയം, 2 സ്നേഹം, 3 ആരാധന, 4
4 നന്ദി പ്രകാശനം, 5 സ്തോത്രം, 6 അടുത്തുള്ള കൂട്ടായ്മയുമായുള്ള അറിവാണ് ഇവ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ബി റൗണ്ട് ചെയ്യൂ. 1 നിരാശ, 2 അസ്വസ്ഥത, 3 ഭയം, 4 ഉത്കണ്ഠ, 5 അപമാനം, 6 വിടുതലിനായുള്ള നിലവിളി, 5 സൗഖ്യത്തിനായുള്ള അപേക്ഷ, 6 പ്രാർത്ഥന. അടുത്ത് 2 ഇട്ടിട്ട് റൗണ്ട് ചെയ്യുക. സ്തുതിയും നന്ദിയും ആരാധനയും ദൈവത്തിനും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഓർത്തും എഴുതിയിട്ടുള്ള സങ്കീർത്തനങ്ങളുണ്ട്. 3 ഇട്ടിട്ട് റൗണ്ട് ചെയ്യണം. ഒന്ന് ദൈവത്തിൻ്റെ വാഴ്ത്തത്വം, 2 ദൈവവുമായിട്ടുള്ള ബന്ധം, 3 കൂട്ടായ്മ, 4 യാഗങ്ങൾ, 5 നിലവിളി, 6 സ്തോത്രസ്വരം. ഇത്രയുമാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ഉദ്ദേശം. ഓക്കെ, കർത്താവ് നമ്മെ സഹായിക്കും.